My dear children, I hope all are safe and fine. Today we are going to discuss about the fourth part of third chapter, In Search of Earth's Secret. In our previous classes we learned about the layers of Earth, lithosphere, asthenosphere, rocks, different types of rocks and weathering. Today we are going to discuss about soil. Soil is a natural resource that you are very familiar with. How is soil formed? The soil we see today is formed by prolonged process like weathering of rocks and decomposition of organic matter. It is estimated that more than 1,000 years is required for the formation of an inch thick layer of soil. You just imagine. It is estimated that more than 1,000 years is required for the formation of an inch thick layer of soil. കുട്ടികളെ, നിങ്ങൾക്കേറെ പരിചിതമായ സോയിൽ രൂപം കൊള്ളാൻ എടുക്കുന്ന സമയം 1000-ലധികം വർഷമാണ്. അപ്പോൾ എത്രത്തോളം അമൂല്യമാണ് സോയിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെതറിംഗ് കാരണമാണ് സോയിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. വെതറിംഗിന്റെ പ്രോസസ്സിൽ നിന്നും മനുഷ്യനെ പലതരത്തിൽ സഹായിക്കുന്ന പ്രക്രിയകളിൽ ഒന്നാണ് മണ്ണിന്റെ രൂപീകരണം. അപക്ഷയം അതല്ലെങ്കിൽ വെതറിംഗ് മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു എന്ന് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. നിങ്ങൾക്ക് പരിചിതമായ ഒരു പ്രകൃതി വിഭവമാണ് മണ്ണ്. ഈ മണ്ണ് രൂപക്കൊള്ളുന്നത് അപക്ഷയം അതല്ലെങ്കിൽ വെതറിംഗ് എന്ന പ്രോസസ്സിലൂടെയാണ്. റോക്സ് പൊടിഞ്ഞ് ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപം കൊള്ളുന്നത്. Let us examine what are the factors influencing the formation of the soil. Let us say one by one. The first one is climate, കാലാവസ്ഥ. Second, topography, ഭൂപ്രകൃതി. Third, plants and animals, സസ്യങ്ങളും ജന്തുക്കളും. Fourth, parent rock, മാതൃശില. Fifth, time, സമയം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മണ്ണ് രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, സോയിൽ ഫോർമേഷന് സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ആണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണല്ലോ മണ്ണ്. അമൂല്യമായ ഈ മണ്ണ് രൂപം കൊള്ളാൻ പലതരത്തിലുള്ള ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലൈമറ്റ്. മണ്ണ് രൂപം കൊള്ളാൻ ക്ലൈമറ്റിന് അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് എന്താണ് പങ്ക്? നല്ല തണുപ്പേറിയ പ്രദേശമാണെങ്കിൽ വളരെ സാവധാനത്തിലായിരിക്കും അവിടെ മണ്ണ് രൂപം കൊള്ളുന്നത്. അതുപോലെ നല്ല ടെമ്പറേച്ചർ കൂടിയ പ്രദേശമാണെങ്കിൽ അവിടെ വളരെ വേഗത്തിൽ മണ്ണ് രൂപം കൊള്ളുകയും ചെയ്യും. മണ്ണ് വളരെ വേഗത്തിൽ എന്ന് പറയുമ്പോൾ ഇന്നോ നാളെയോ ഒരു മാസോ ഒരു വർഷമോ അല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ അതല്ലെങ്കിൽ 200-ലധികം വർഷം എടുത്താണ് മണ്ണ് രൂപം കൊള്ളുന്നത് എന്നാണ് നാം മനസ്സിലാക്കിയത്. Dear children, we are talking about how climate affect the soil formation. The first one, soil formation will be slow in cold environment. And the second one, the speed of chemical reactions and biological activities increases in higher temperature. So, the speed of soil formation will be more in higher temperature. Soil formationil ക്ലൈമറ്റിന്റെ റോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് ടോപ്പോഗ്രാഫിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എങ്ങനെയാണ് ഭൂപ്രകൃതി അല്ലെങ്കിൽ ടോപ്പോഗ്രാഫി മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. ഭൂമിയുടെ ഘടനക്കനുസരിച്ച് മണ്ണ് രൂപീകരണത്തിൽ വ്യത്യാസം വരും. അതായത് ചെങ്കുത്തായ ചെരിവുകളിൽ മണ്ണിന് കനം നന്നേ കുറവായിരിക്കും. എന്നാൽ ചെറിയ ചെരിവുള്ള പ്രദേശമാണെങ്കിൽ അവിടെ മണ്ണിന്റെ രൂപീകരണത്തിന് അനുകൂലമായ ഒരു സാഹചര്യം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. Then, slightly inclined regions are favorable background for the formation of the soil. The soil will be thin along steep slopes. It will be thin. സ്റ്റീപ്പ് ആയിട്ടുള്ള കുത്തനെയുള്ള പ്രദേശങ്ങളിൽ വളരെ തിന്നായിട്ടായിരിക്കും മണ്ണുണ്ടായിരിക്കുക. എന്നാൽ ചെറിയ ചെരിവുള്ള പ്രദേശം മണ്ണിന്റെ രൂപീകരണത്തിന് അനുകൂലമായ ഒരു സാഹചര്യവുമാണ്. ഇപ്പൊ നമ്മള് ടോപ്പോഗ്രാഫിയും
അതുപോലെ തന്നെ ക്ലൈമറ്റും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പ്ലാന്റ്സും ആനിമൽസും എങ്ങനെയാണ് മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. സസ്യങ്ങളും ജന്തുക്കളും മണ്ണിന്റെ രൂപീകരണത്തെ സഹായിക്കുന്നത്. ഇപ്പൊ നമ്മൾ മണ്ണ് രൂപം കൊള്ളുന്നതിനുള്ള 3 എണ്ണാണ് പഠിച്ചത്. 1 ക്ലൈമറ്റ്, 2 ടോപ്പോഗ്രാഫി, 3 പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതുപോലെ മണ്ണ് രൂപീകരണത്തെ സഹായിക്കുന്ന, മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പാരന്റ് റോക്ക്, മാതൃശില. The minerals in the soil and the structure of the soil depend on the rock from which it is formed. അതായത് മണ്ണിലെ മിനറൽസും അതുപോലെ തന്നെ മണ്ണിന്റെ സ്ട്രക്ചറും അത് ഏത് റോക്കിൽ നിന്നാണോ, അതിന്റെ പാരന്റ് റോക്ക് ഏതാണോ അതിനനുസരിച്ചാണ് രൂപം കൊള്ളുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പാരന്റ് റോക്കിന്റെ സ്വഭാവവും അതിന്റെ വെതറിങ്ങിന്റെ ആ തോതും മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. The minerals in the soil and the structure of the soil depends on the rocks from which it is formed. അതായത് പാരന്റ് റോക്ക് മണ്ണിലെ മിനറൽസിനെയും അതിലെ മണ്ണിന്റെ ഘടനയെയും അത് ഏത് പാരന്റ് റോക്കിൽ നിന്നാണോ രൂപം കൊള്ളുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മിനറൽസിന്റെയും അതുപോലെ തന്നെ ആ മണ്ണിന്റെ ഘടനയും ആശ്രയിച്ചിരിക്കുന്നത് ഏത് പാരന്റ് റോക്കിൽ നിന്നാണോ രൂപം കൊള്ളുന്നത് എന്നതനുസരിച്ചാണ് എന്ന്. അടുത്തതായിട്ട് പാരന്റ് റോക്ക്, അതായത് മാതൃശില എന്ന് പറയും, അതിന്റെ സ്വഭാവവും അത് വെതറിങ്ങിന്റെ ഒരു തോതും മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. The minerals in the soil and the structure of the soil depends on the rock from which it is formed. The minerals in the soil and the structure of the soil depends on the rock from which it is formed. പാരന്റ് റോക്കിന്റെ സ്വഭാവവും അതുപോലെ തന്നെ വെതറിങ്ങിന്റെ ആ തോതും മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി മണ്ണ് രൂപം കൊള്ളുന്നതിൽ സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ടൈം, സമയം. എങ്ങനെയാണ് സമയം സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. മണ്ണിന്റെ കനവും അതിന്റെ ഘടനയും അത് രൂപം കൊള്ളാനെടുക്കുന്ന സമയത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അനുയോജ്യമായ സാഹചര്യത്തിൽ ഏകദേശം 200 വർഷങ്ങൾ അല്ലെങ്കിൽ 1000 വർഷങ്ങൾ വരെയും വേണം നല്ല മണ്ണ് രൂപമെടുക്കണമെങ്കിൽ. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ഏതൊക്കെയാണ്? ക്ലൈമറ്റ്, ടോപ്പോഗ്രാഫി, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, പാരന്റ് റോക്ക്, ടൈം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും വിവിധ തരം മണ്ണിനങ്ങൾ ഉണ്ട് എന്ന് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇന്ത്യയിലുള്ള മണ്ണിനങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, അലുവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, ഡെസേർട്ട് സോയിൽ ആൻഡ് മൗണ്ടെയിൻ സോയിൽ. അതുപോലെ കേരളത്തിലും വിവിധ തരം മണ്ണിനങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലുള്ള മണ്ണിനങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾ കഴിഞ്ഞ, അതായത് നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ്. കേരളത്തിലുള്ള മണ്ണിനങ്ങളാണ് അലുവിയൽ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, ഫോറസ്റ്റ് സോയിൽ, റെഡ് സോയിൽ ആൻഡ് ബ്ലാക്ക് സോയിൽ. നമുക്കിനി മണ്ണ് ജീവന്റെ നിലനിൽപ്പിനെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് നോക്കാം. സോയിൽ ഫോർ സസ്റ്റൻസ്. മണ്ണില്ലെങ്കിൽ പ്ലാന്റ്സ് ഇല്ല, അവയെ ആശ്രയിക്കുന്ന ജന്തുക്കളും ഇല്ല. അപ്പോൾ മനുഷ്യന്റെ കഥ പറയാനുണ്ടോ? ഭൂമിയിൽ ജീവനെ സാധ്യമാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ പെട്ട ഒന്നാണ് മണ്ണ്. സസ്യങ്ങൾ മണ്ണിലെ പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുകയും സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ആഹാരം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഈ സസ്യങ്ങളെ മനുഷ്യനും മറ്റു ജന്തുജാലങ്ങളും ആഹാരമാക്കുകയും ചെയ്യും. ഇങ്ങനെ സസ്യജന്തുജാലങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ അവ മണ്ണിൽ തന്നെ അങ്ങ് ലയിച്ചു പോവുകയും ചെയ്യുന്നു. ഇതാണ് ഭക്ഷ്യശൃംഖല, അതല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. കുട്ടികളെ, മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ പ്രകൃതിയുടെ അമൂല്യ സമ്പത്തായ ഈ മണ്ണിനെ നാം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. മണ്ണ് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. എന്തൊക്കെയാണ് മണ്ണ് കൊണ്ടുള്ള യൂസസ് എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ, ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ്. സെക്കൻഡ്, ഫോർ കൾട്ടിവേഷൻ. Third, for making pots, bricks, tiles, etc. Fourth one, for mining minerals. Fifth one, for naturopathy treatments. Sixth one, for preparing medicines. Seventh one, for making cosmetics.
ഇതുവരെ നാം ഡിസ്കസ് ചെയ്തത് മണ്ണിന്റെ യൂസസ് ആണ്, എന്തൊക്കെയാണ് മണ്ണിന്റെ ഉപയോഗങ്ങൾ എന്നാണ്. ഇനി നമുക്ക് ഇത്രയും അമൂല്യമായ മണ്ണിനെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് മനുഷ്യൻ മണ്ണിനെ നശിപ്പിക്കാൻ ചെയ്യുന്നത് എന്ന് ചർച്ച ചെയ്യാം. പെർഷിംഗ് സോയിൽ, അതായത് മണ്ണ് മരിക്കുന്നു. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ, നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് ഓർ സോയിൽ പൊല്യൂഷൻ. ദ സെക്കൻഡ് വൺ, ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് that alter the structure of soil. Third one, unscientific construction and quarrying. Fourth one, use of agricultural land for non-agricultural purpose. Fifth one, drainage was wastewater into soil on a large scale. The last one, overgrazing. അപ്പോൾ നമുക്ക് മനുഷ്യൻ നശിപ്പിക്കുന്ന ഈ മണ്ണ്, നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ്. നമുക്ക് വനനശീകരണം തടയാം, അതായത് ചെക്ക് ഡീഫോറസ്റ്റേഷൻ. അതുപോലെ വിള പരിവൃത്തി ചെയ്യാം, ക്രോപ്പ് റൊട്ടേഷൻ. എന്താണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാല്? മണ്ണിന് നഷ്ടമാകുന്ന പോഷകങ്ങളെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഇത്. ഒരേ തരത്തിൽ വിളകൾ തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്നതിന് പകരം വിളകൾ മാറി മാറി കൃഷി ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാൻ കഴിയും. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടാതെ നമുക്ക് മണ്ണിനെ സംരക്ഷിച്ചു നിർത്താൻ ഈ രീതിയിലൂടെ കൃഷി കൊണ്ട് നമുക്ക് സാധിക്കും. അടുത്തത് മലഞ്ചെരിവിലുള്ള തട്ടുകൃഷിയാണ്. അതിന് നമുക്ക് ടെറസ് ഫാമിംഗ് എന്ന് പറയാം. നിങ്ങൾക്കറിയാം എന്താണ് ടെറസ് ഫാമിംഗ് എന്നുള്ളത്. ടെറസ് ഫാമിംഗ് അലോങ് ഹിൽ സ്ലോപ്സ്. നെക്സ്റ്റ് വൺ, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്. കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ് എന്ന് പറയുമ്പോൾ തടയണകളുടെ നിർമ്മാണം. ഇങ്ങനെ തടയണകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മണ്ണിനെ സംരക്ഷിച്ചു നിർത്താം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ട്സ് എന്തൊക്കെയാണെന്നും, അതുപോലെ തന്നെ വിവിധ തരം മണ്ണിനങ്ങളും, പിന്നെ മണ്ണ് ജീവന്റെ നിലനിൽപ്പിന് എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്, മനുഷ്യന് മണ്ണ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും, അമൂല്യമായ സമ്പത്തായ മണ്ണിനെ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നത് എന്നും, അതുപോലെ തന്നെ മണ്ണിനെ നമുക്ക് എങ്ങനെ സംരക്ഷിച്ചു നിർത്താം എന്നൊക്കെയാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. ഇനി നമുക്കുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു കഴിയുമ്പോൾ പാഠഭാഗം വ്യക്തമായി വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. Your first activity is complete the following table. ഒന്നാമത്തെ ആക്ടിവിറ്റി, തന്നിരിക്കുന്ന ഈ ടേബിൾ ഒരു പോയിന്റ് വീതം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ഡയഗ്രാം ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് എഴുതുക. സെക്കൻഡ് ആക്ടിവിറ്റി, അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതുമായ കാര്യമാണ് സോയിലിന്റെ ടൈപ്സ് കേരളത്തിലെയും ഇന്ത്യയിലെയും എഴുതുക. തേർഡ് ആക്ടിവിറ്റി, വാട്ട് ആർ ദ യൂസസ് ഓഫ് സോയിൽ. സോയിൽ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾ എഴുതുക. Fourth activity, observe your surroundings and prepare a note on soil and humans incorporating the following. നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് ഒരു നോട്ട് എഴുതാവുന്നതാണ്. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമ്മൾ സോയിലിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. Your last activity is, by what all means can we conserve the soil? Discuss and find out. നമുക്ക് നമ്മുടെ അമൂല്യമായ സമ്പത്തായ പ്രകൃതിയുടെ സമ്പത്തായ മണ്ണിനെ ഏതൊക്കെ മാർഗങ്ങളിലൂടെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. അതും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്.